വാളകത്തെ വീട്ടിൽ മോശം സാഹചര്യത്തിൽ മറ്റൊരു സ്ത്രീയുമായി ഭർത്താവിനെ കണ്ടു എന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ ചാനൽ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ പറഞ്ഞു. ഗണേഷ് കുമാറിനെ ഉടൻ തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നെഹ്റുവിനും വാജ്പേയിക്കും വരെ പ്രണയമുണ്ടായിരുന്നു എന്ന് ഗണേഷ് പ്രതികരിച്ചു. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പ്രണയം കുറ്റമല്ലെന്നും ഇനിയും തുടരുമെന്നും മന്ത്രി പറഞ്ഞു. നാട്ടികയിൽ CPI വിടാനൊരുങ്ങി സിറ്റിംഗ് MLA CC മുകുന്ദൻ. നാട്ടിക പേയ്മെന്റ് സീറ്റെന്ന് മുകുന്ദൻ ആരോപിച്ചു. KPCC ഭാരവാഹികളുമായി മുകുന്ദൻ ചർച്ച നടത്തി. UDF സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഉറപ്പായി. മന്ത്രി ഗണേശന്റെ കാര്യത്തിൽ CPM വനിതാ നേതാക്കൾ നിലപാട് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് ജെഫി മേത്തർ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K സുധാകരൻ സ്വയം പ്രഖ്യാപിച്ചു. UDFന്റെയോ കോൺഗ്രസിന്റെയോ അനുവാദം ചോദിക്കാതെയാണ് പ്രഖ്യാപനം. നിലവിൽ MP ആയ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. വലിയ ആശുപത്രികൾ ജനങ്ങളെ പിഴിഞ്ഞ് പണമുണ്ടാക്കിയിട്ട് നഴ്സുമാരെ വഞ്ചിക്കുകയാണെന്ന ആരോപണം. നഴ്സുമാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം പോലും ലഭ്യമാക്കാത്ത മാനേജ്മെന്റാണെന്നും ലൈവ് റിപ്പോർട്ടുകൾ. യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെതിരെയും ഭരണിക്കാവ് ആംസ്റ്റർ PMF ആശുപത്രിക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കി. തിരുവനന്തപുരത്ത് CP ജോൺ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. തിരുവനന്തപുരം സെൻട്രലിലാണ് CP ജോൺ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. കോട്ടയത്ത് പൊൻകുന്നത്ത് തോണിപ്പാറ വാടക വീട്ടിൽ മാന്നാർ സ്വദേശി സാജനെയും ഭാര്യ അനുഷയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മമ്മൂട്ടിക്കെതിരെ CPM സൈബർ പോരാളികൾ നടത്തുന്ന ആക്രമണം ക്രൂരതയാണെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. സ്വകാര്യ സന്ദർശനത്തെ പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ ഇന്നലെയും എണ്ണ റിഫൈനറികളും ഡിപ്പോ ആക്രമണത്തിൽ തകർത്തു. ഇതിനിടെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് അമേരിക്ക ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനോട് പറഞ്ഞതായും വാർത്തകളുണ്ട്. ഇറാനിൽ ഖമൈനിയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമൈനിയെ തിരഞ്ഞെടുത്തു. 88 അംഗ പണ്ഡിത സഭയാണ് പുതിയ പരമോന്നത നേതാവായി മുജ്തബയെ തിരഞ്ഞെടുത്തത്. ഇതേസമയം മുജ്തബയ്ക്കെതിരെ കൾ ശക്തമായി പ്രതിഷേധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിക്ക് ആരംഭമായി. തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിൽ നടന്ന ചടങ്ങിൽ DGP റവാഡ ചന്ദ്രശേഖർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു.